അസർബൈജാനിലെ ബാക്കുവിൽ വെച്ച് നടക്കുന്ന COP29, അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ UN കാലാവസ്ഥാ ഉച്ചകോടി എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് COP29 വേണ്ടത്ര ശുഭ വാർത്തകൾ വരുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. COP29 ആദ്യ ചർച്ചകളിൽ പങ്കെടുത്തൊരു വ്യക്തി എന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എല്ലാ വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും ചർച്ച ചെയ്യുന്നത് കാർബണിൻ്റെ എമിഷൻ എത്രത്തോളം കുറക്കാം, കാർബണിൻ്റെ ബഹിർഗമനം എത്രത്തോളം കുറക്കാം, ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കുറക്കാം, ഇതിലൂടെ ആഗോള താപനം എത്ര കുറക്കാം, ഇതാണ് ചർച്ചാ വിഷയം. എങ്കിലും വികസ്വര രാജ്യങ്ങളും അവികസിത രാജ്യങ്ങളും കൂടുതൽ ആഗ്രഹിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ മാറ്റം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള സാമ്പത്തിക നഷ്ടപരിഹാരം എത്രത്തോളമാണ്. UAE വെച്ച് നടന്ന COP28 ചില യൂറോപ്യൻ രാജ്യങ്ങൾ $100 ബില്യൺ വരെ നൽകാമെന്ന് ഏറ്റിരുന്നു. എന്നാൽ തുടർന്ന് അങ്ങോട്ട് നീങ്ങിയ ചർച്ചകളിൽ വേണ്ടത്ര പുരോഗതി ഉണ്ടായിട്ടില്ല. ഇന്ത്യ തന്നെ COP29 പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കാലാവസ്ഥാ മാറ്റമുണ്ടാക്കുന്ന പ്രതിസന്ധി രണ്ട് രീതിയിലാണ് കൈവരിക്കുന്നത് എന്നതാണ്. ഒന്ന്, കാലാവസ്ഥാ മാറ്റമുണ്ടാക്കുന്ന നഷ്ടം. രണ്ടാമത്തെ, കാലാവസ്ഥാ മാറ്റത്തെ പ്രതിരോധിക്കാനായി സാമ്പത്തിക നഷ്ടപരിഹാരം ലഭിക്കാത്ത അവസ്ഥ. ഇത് തന്നെ എല്ലാ രാജ്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നത്. COP29 കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അതായത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വളരെ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നു. ഏറ്റവും കാലികമായ പ്രശ്നം കാർബണിൻ്റെ എമിഷൻ കുറക്കാനും അതിനുള്ള നഷ്ടപരിഹാരം ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു രംഗത്ത് വേണ്ടത്ര പുരോഗതി COP29 കൈവരിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ.